ചേച്ചി ബാക്കി കഥ പറയാമെന്നേ. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്ന എന്റെ അനുജന്റെ കഥ പറഞ്ഞെടുത്തു. കൊള്ളാം, നല്ല കുട്ടി. ചേച്ചി ബാക്കി കഥ പറയാവേ. മറിയം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. അവളുടെ ഉള്ളിൽ വളരുന്ന ഈശോയെ ഒത്തിരി നന്ദി പറഞ്ഞു. സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചു. ഒരു ദിവസം യോസേപ്പ് പിതാവ് പറഞ്ഞു, രാജകൽപ്പന അനുസരിച്ച് പേരെഴുതിക്കാൻ ബെത്ലഹേമിലേക്ക് പോകണമെന്ന്. മറിയത്തിനാണ് നടക്കാനൊക്കെ പ്രയാസമായിരുന്നു. അന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ. യോസേപ്പ് പിതാവ് മറിയത്തെ ഒരു കഴുതപ്പുറത്ത് ഇരുത്തി. അങ്ങനെ അവർ യാത്രയായി. മരുഭൂമിയിലൂടെയാണ് നടക്കുന്നതേ. അങ്ങനെ വിഷമിച്ച് അവർ ബെത്ലഹേമിലെത്തി. അപ്പോൾ വേറെ പ്രശ്നം, യേശു ജനിക്കാനുള്ള സമയമായേ. അവർ ഒരുപാട് പേരോട് ഇത്തിരി സ്ഥലം ചോദിച്ചു ആ രാത്രി ഒന്ന് കഴിക്കാൻ. പുറത്ത് ഭയങ്കര തണുപ്പും മഞ്ഞും. ആരും ഇടം കൊടുത്തില്ല. ആരും കൊടുത്തില്ലെന്നേ. അവർക്ക് ആശുപത്രിയിൽ പോകാമല്ലായിരുന്നു. അവിടെ ഒന്നും ആശുപത്രി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? യോസേപ്പ് പിതാവ് ഒരു കാലിത്തൊഴുത്ത് കണ്ടുപിടിച്ചു. അവിടെ കേറി. അയ്യേ, അവിടെ അപ്പടി മണമല്ലേ. ചാണകവും മൂത്രവും ഒക്കെ കാണും. ഒത്തിരി ഈച്ചയും കാണും. അതേന്നേ, വേറെ ഒരിടത്തും ഇടം കിട്ടിയില്ല. നമ്മുടെ ഉണ്ണീശോ അങ്ങനെ കാലിത്തൊഴുത്ത് ജനിച്ചു. നമ്മുടെ ഉണ്ണീശോ അങ്ങനെയാ, എല്ലാവർക്കും ഇടം കൊടുക്കും. ഈശോയ്ക്ക് മാത്രം ഇടം കിട്ടിയതുമില്ല. എന്നാൽ അപ്പോൾ ഒരു വലിയ സംഭവം നടന്നു. കുറെ മാലാഖമാർ ആ തൊഴുത്തിന് ചുറ്റും നിന്ന് പാട്ടുപാടിയെന്നേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ലൂക്ക 2:14. എന്നാൽ നമുക്കും ആ പാട്ടൊന്ന് പാടിയാലോ? ചേച്ചി പറഞ്ഞുതരാവേ, നിങ്ങൾ ഒച്ചത്തിൽ പറയണം കേട്ടോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ചൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.